വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് എക്സ്പ്രസിങ് എ ഗ്രൂപ്പ് ഇൻ ദിസ് ഫോം? ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയാണിത്. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു യു ഓഫ് എൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ, ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സ് മോഡുലോ എന്നിനെ ഇസഡ് എന്നുകളുടെ ഡയറക്റ്റ് സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ ഒന്ന് രണ്ട് വരിയിൽ പറഞ്ഞു നിർത്തി. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് എക്സ്പ്രസിങ് എ ഗ്രൂപ്പ് ഇൻ ദിസ് ഫോം? Well, for one thing, we immediately see that the orders of the elements of U of Z20 can only be 1, 2, 3, 4, 6 and 12. ഓക്കെ, അപ്പം ഇത് ഞാൻ പറഞ്ഞ കാര്യമാണ് ഈ നമ്മളുടെ യു ഓഫ് എന്നിനകത്തിലെ എലമെൻസിൻ്റെ ഓർഡർ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. യു ഓഫ് 720 എലമെൻസിൻ്റെ ഓർഡർ 1, 2, 3, 4, 6, 12 ഇതിൽ ഏതെങ്കിലുമൊക്കെ ആകാനേ സാധിക്കത്തുള്ളൂ. കാരണം യു ഓഫ് 720 എന്ന് പറയുന്നത് Z2 ഡയറക്ഷൻ, Z4 ഡയറക്ഷൻ, Z6 ഡയറക്ഷൻ, Z4നോട് ഐസോമോർഫിക് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇതെങ്ങനെയാണ് വരുന്നതെന്നും നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പോൾ Z2 ഡയറക്ഷൻ, Z4 ഡയറക്ഷൻ, Z6 ഡയറക്ഷൻ, ഫോറിലെ എലമെൻസിൻ്റെ ഫോം എന്ന് പറയുന്നത് ഒരു എന്താണ്, ഓർഡേർഡ് 4 ടപ്പിളാണ്. ABCD ഓരോന്നും കറസ്പോണ്ടിങ് ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുന്നത്? ഇതിലെ എലമെൻസിൻ്റെ ഓരോ കമ്പോണൻറ്റിൻ്റെയും ഓർഡറിൻ്റെ LCM ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ പോസിബിളായിട്ട് എത്ര ഓർഡറുകളാണ്, എലമെൻസിൻ്റെ അല്ല ഓർഡർ, എലമെൻസിൻ്റെ ഓർഡറിൻ്റെ LCM ആണ്. അപ്പോൾ നോക്കുമ്പോൾ LCM ഏതൊക്കെ രീതിയിൽ വരാമെന്ന് നമ്മൾ നോക്കും. അപ്പം നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ 1, 2, 3, 4, 6, 12 ഇത്രയും ഓർഡറുകൾ പോസിബിലിറ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ നോക്കുന്നത് ഇതിനകത്തിലെ എലമെൻസിനകത്ത് 12 ഓർഡർ. ഓക്കെ, നോക്കാം. വെൽ, ഫോർ വൺ തിങ് വി ഇമ്മീഡിയറ്റ്ലി സീ ദാറ്റ് ദ ഓർഡേഴ്സ് ഓഫ് ദി എലമെൻറ്റ്സ് യു എസ് 720 ക്യാൻ ഓൺലി ബി 1, 2, 3, 4, 6 and 12. This follows from the observations that an element from Z2 direction, Z4 direction, Z6 direction, Z4 has the form ABCD, where order of A is equal to 1 or 2, order of B is equal to 1, 2 or 4, order of C is equal to 1, 2, 3 or 6, and order of D is equal to 1, 2 or 4. അപ്പോൾ നമ്മുടെ ഈ ഓരോന്നിൻ്റെയും പോസിബിലിറ്റികൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത്, അപ്പോൾ എ എന്ന് പറയുന്ന എലമെൻറ്റ് Z2 നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്തിൽ എയുടെ ഓർഡറുകൾ ഏതൊക്കെയാവാൻ സാധ്യതയുണ്ട്? Z2 വരുന്ന എലമെൻസിൻ്റെ ഓർഡർ 1 and 2, അതായത് 2 ഗ്രൂപ്പിൻ്റെ ഓർഡറിൻ്റെ ഡിവൈസേഴ്സ് ആയിരിക്കും. ഇപ്പോൾ Z2 ഗ്രൂപ്പിൻ്റെ ഓർഡർ 2 ആണ്, 2ൻ്റെ ഡിവൈസേഴ്സ് 1 and 2. ഓക്കെ, Z4 ഗ്രൂപ്പിൻ്റെ ഓർഡർ 4 ആണ്, അതിൻ്റെ ഡിവൈസേഴ്സ് 1 and 2, 4. Z6 ഗ്രൂപ്പിൻ്റെ ഓർഡർ 6 ആണ്, അതിൻ്റെ ഡിവൈസേഴ്സ് 1, 2, 3, 6. Z4-നകത്തിൽ ഇതേപോലെ 1, 2, 4. ആൻഡ് ഓർഡർ ഓഫ് ABCD എന്ന് പറഞ്ഞാൽ LCM ഓഫ് ഓർഡർ ഓഫ് A, ഓർഡർ ഓഫ് B, ഓർഡർ ഓഫ് C, ഓർഡർ ഓഫ് D. ഫോർ അനദർ തിങ് വി ക്യാൻ റെഡിലി ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ 12. സേ ദാറ്റ്സ് U of 720. അതാണ് ഞാൻ ഇടയ്ക്ക് പറയാൻ വന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 12 ഓർഡറുള്ള എത്ര എലമെൻറ്റ്സ് ഉണ്ടാകും എന്ന് U of 720 ഉണ്ടാകും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ബിക്കോസ് U of 720 ഈസ് ഐസോമോർഫിക് ടു Z2 ഡയറക്ഷൻ, Z4 ഡയറക്ഷൻ, Z6 ഡയറക്ഷൻ, Z4 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് സഫൈസസ് ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ 12 ഇൻ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ U of 720യും ഈ പറഞ്ഞ Z2 ഡയറക്ഷൻ, Z4 ഡയറക്ഷൻ, Z6 ഡയറക്ഷൻ, Z4ഉം ഐസോമോർഫിക് ആയതുകൊണ്ട് U of 720യിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് ഓർഡർ 12 ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് കാര്യം, കറസ്പോണ്ടിങ് തിങ് നമുക്ക് എവിടെ കണ്ടുപിടിച്ചാൽ മതി? നമ്മുടെ ഈ ഡയറക്ഷനകത്ത് കണ്ടുപിടിച്ചാൽ മതി. ബട്ട് ദിസ് ഈസ് ഈസി. അപ്പോൾ U of 720യിൽ അത് കണ്ടുപിടിക്കുന്നത് കുറച്ച് ടഫാണ്. പക്ഷേ നമുക്ക് ഈ ഡയറക്ഷനകത്തിൽ അത് എളുപ്പമാണ്. കാരണം ഇസഡനുകളായതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. By Theorem 8.1, an element ABCD has order 12 if and only if LCM of order of A, order of B, order of C, order of D is equal to 12. ഇപ്പോൾ 8.1 എന്ന് പറയുന്ന തിയറം നമ്മൾ പഠിച്ചതാണ്. ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ ഡയറക്ഷനകത്തിൽ ഓർഡർ 12 ആവണമെങ്കിൽ LCM എന്ന് പറയുന്നത് 12 ആകണം. അപ്പോൾ LCM 12 ആകാനുള്ള പോസിബിലിറ്റി ഏതൊക്കെയാണ്? ഈ ഓർഡർ ഓഫ് എക്ക്, ഓർഡർ ഓഫ് ബി, ഓർഡർ ഓഫ് സി, ഓർഡർ ഓഫ് ഡി, മൊത്തത്തിൽ LCM 12 ആവുന്ന രീതിയിൽ
ഈ ഓരോന്നിൻ്റെയും ഓർഡറുകൾ എങ്ങനെയൊക്കെ ആകാം. സിൻസ് ഓർഡർ ഓഫ് ഈസ് ഈക്വൽ ടു 1 ഓഫ് 2, അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മൾ ഏത് രീതിയിൽ ചൂസ് ചെയ്താലും അതിൻ്റെ 2 പോസിബിലിറ്റി ഉള്ളൂ, 1ഉം 2ഉം. 1 ആയാലും 2 ആയാലും നമ്മൾ LCM എടുക്കുമ്പോൾ ബാക്കിയുള്ളതിൻ്റെ LCM എന്ന് പറയുന്നത് 12 ആകുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓർഡർ ഓഫ് എ 1 ആയാലും 2 ആയാലും നമുക്ക് LCM 12 ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഹൗ എ ഈസ് ചൂസൺ. സോ ഹൗ ക്യാൻ വി ഹാവ് LCM ഓഫ് ഓർഡർ ഓഫ് ബി ഓർഡർ ഓഫ് സി ഓർഡർ ഓഫ് ഡി സിക്കൽ 12. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ LCM 12 വരുന്ന രീതി നോക്കിയാൽ മതി. അപ്പം ഏതായാലും 1 ഓർഡർ വരുന്നതായാലും 2 ഓർഡർ വരുന്നതായാലും നമുക്ക് ഈ 12 കിട്ടും LCM. 1 വേ ഈസ് ടു ഹാവ് ഓർഡർ ഓഫ് ബി. ഒരു രീതി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ബി 4 ആകുന്നു, ഓർഡർ ഓഫ് സി 3 6 ആകുന്നു, ഡി ഏത് വേണേലും ആകാം. അപ്പോൾ ഡി ഏത് വേണേലും ആകാമെന്ന് പറഞ്ഞാൽ ഡി ഏത് ഓർഡറിലുള്ളത് എടുത്താലും ഓർഡർ ഓഫ് ബി 4ഉം ഓർഡർ ഓഫ് സി 3ഓ 6ഓ ഈ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് LCM 12 ആയിരിക്കും കിട്ടുന്നത്. ബൈ തിയറം 4.4 there are 2 choices for B. അപ്പം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഒരു പർട്ടിക്കുലർ ഓർഡർ കണ്ടുപിടിക്കുന്ന തിയറം 4.4 ആണ്. അത് ഞാൻ നിങ്ങൾക്കത് ഒന്നുകിൽ ടെക്സ്റ്റ് റെഫർ ചെയ്യാം PDF ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബൈ തിയറം 4.4 there are 2 choices for B. ഓർഡർ ഓഫ് 4 വരുന്ന എത്ര ആൾക്കാരുണ്ടാകും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചുള്ളതാണ് തിയറം 4.4. അപ്പം 2 ചോയ്സാണ് ബിക്കുള്ളത്. ഓർഡർ ഓഫ് 4 വരുന്ന 2 ചോയ്സ്. 4 ചോയ്സസ് ഫോർ സി. സിക്ക് 4 ചോയ്സ് ഉണ്ട്. പിന്നെ 4 ചോയ്സസ് ഫോർ ഡി. അപ്പം ഇത് ഇങ്ങനെ നോക്കിയാൽ ഇസഡിനകത്തിൽ 5 ഓഫ് ഡി ആണത് കേട്ടോ. എത്ര എലമെൻറ്റ്സ് ഓഫ് ഓർഡർ പർട്ടിക്കുലർ ഒരു ഡി ഓർഡറുള്ള എത്ര എലമെൻറ്റ്സ് ഉണ്ടാകും എന്നറിയാൻ 5 ഓഫ് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. 5 എന്ന് പറയുന്ന ഓയിലേഴ്സ് 5 ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ആൻഡ് 4 ചോയ്സസ് ഫോർ ഡി. സോ ഇൻ ദിസ് കേസ് അപ്പോൾ നമ്മൾ എത്ര പോസിബിലിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ ബിക്ക് 2 എണ്ണം, സിക്ക് 4 എണ്ണം, അതേപോലെ ഡിക്ക് 4 എണ്ണം, എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32 കിട്ടും. ദ ഓൺലി അതർ വേ ടു ഹാവ് LCM ഓർഡർ ബി ഓർഡർ ഓഫ് സി ഓർഡർ ഓഫ് ഡി ഈസ് ഈക്വൽ ടു 12 ഈസ് ഫോർ ഓർഡർ ഓഫ് ഡി ഈസ് ഈക്വൽ ടു സി. ഇനി അടുത്ത വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ഡി 4 ആകുന്നു, ഓർഡർ ഓഫ് സി 3 ആകുന്നു, 3 6 ആകാം, ആൻഡ് ഓർഡർ ഓഫ് ബി 1 ആകുന്നു. ഈ സമയത്ത് ഓർഡർ ഓഫ് ബി 1 or 2. അപ്പം ഓർഡർ ഓഫ് ബി 4 ആകുന്ന കേസ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുക, കാരണം അത് തൊട്ട് മുമ്പ് എടുത്ത കേസാണത്. ഓർഡർ ഓഫ് ബി 4 ആവുന്ന കേസ് നമ്മൾ തൊട്ട് മുമ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇവിടെ അവോയ്ഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തിൽ ഓരോന്നിനെ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 × 4 × 2 16 എണ്ണം കിട്ടും ഫൈനലി. ഇനി അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. തൊട്ട് മുമ്പിൽ കിട്ടിയത് ഇതുകൂടെ ആഡ് ചെയ്യുമ്പോൾ 32 അധികം 16. പിന്നെ എയ്ക്ക് നമ്മൾ 1 കൊടുക്കുമ്പോഴും 2 കൊടുക്കുമ്പോഴും ഇത്രയും തന്നെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 1 കൊടുക്കുമ്പോഴും ഇത്രയും കിട്ടും, 2 കൊടുക്കുമ്പോഴും ഇത്രയും കിട്ടും. അപ്പം 2 ടൈംസ് അല്ലേ വരിക. അപ്പോൾ 2 ടൈംസ് 32 + 16 എന്ന് പറയുന്നത് 96 എലമെൻറ്റ്സ് ഓഫ് ഓർഡർ 12 നമുക്ക് കിട്ടും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഓരോന്നിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ചാപ്റ്റർ നോർമൽ സബ് ഗ്രൂപ്പ്സ് ആൻഡ് ഫാക്ടർ ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, നോർമൽ സബ് ഗ്രൂപ്പ്. ആസ് വി സോ ഇൻ ചാപ്റ്റർ 7, if G is a group and H is a subgroup of G, it is not always true that H is equal to H for all A in G. There are certain situations where this does hold. However, and these cases turn out to be of critical importance in the theory of groups. It was Galois. അപ്പോൾ നമ്മൾ പറയുന്ന ഇതാണ്, ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും എച്ച് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പുമാണ്. അപ്പോൾ ഈ H is equal to H എപ്പോഴും ആകണമെന്നില്ല എന്ന് നമ്മൾ ഇതിന് മുമ്പുള്ള ചാപ്റ്ററുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെയർ ആർ സർട്ടൻ സിറ്റുവേഷൻസ് വെയർ ദിസ് ഡസ്. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അപ്പം ഈ ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നിന്നുമാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അതാണ് നമ്മളുടെ ഈ നോർമൽ സബ് ഗ്രൂപ്പ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കാറ്റഗറിയാണ് നോർമൽ സബ് ഗ്രൂപ്പ്. ഇപ്പോൾ ഡെഫിനിഷൻ നോക്കാം. എ സബ് ഗ്രൂപ്പ് എച്ച് ഓഫ് എ ഗ്രൂപ്പ് ജി ഈസ് കോൾഡ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഇഫ് എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഫോർ ഓൾ എ ഇൻ ജി. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഇൻ ജി ആണ്. ഇപ്പോൾ എല്ലാ
എയ്ക്കും AH ഇസ് ഈക്വൽ ടു HA ആകണം, എല്ലാ എയ്ക്കും. അങ്ങനെയാണെങ്കിൽ H എന്ന് പറയുന്ന ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് പറയും. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കണ്ടല്ലോ, H ഇസ് നോർമൽ ഇൻ G എന്ന് പറയുമ്പം ആ സിമ്പിൾ കണ്ടില്ലേ, അങ്ങനെയാണ് എഴുതേണ്ടത്. You should think of a normal subgroup in this way. You can switch the order of a product of an element A from a group and an element H from the normal subgroup H. And you must fudge a bit on the element from the normal subgroup H by using some H dash from H rather than H. That is, there is an element H dash in H such that H is equal to H dash A. Likewise, there is some H double dash in H such that H is equal to A H double dash. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഇതാണ്, AH ഇസ് ഈക്വൽ ടു HA എന്ന് പറയുമ്പോൾ എപ്പോഴും A ഇൻറ്റു ഒരു എച്ചിലെ എലമെൻറ്റ് ഈക്വൽ ടു സെയിം എച്ചിലെ എലമെൻറ്റ് ഇൻറ്റു A എന്നല്ല. A ഇൻറ്റു ക്യാപിറ്റൽ H ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ H ഇൻറ്റു A എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്, A ഇൻറ്റു എച്ചിലെ ഒരു എലമെൻറ്റ് ഈക്വൽ ടു നമുക്ക് എച്ചിലെ വേറെ ഏതെങ്കിലും ഒരു എലമെൻ്റ് ആയാലും മതി, അതേ ഇൻറ്റു A ആ ഫോമിൽ കിട്ടിയാൽ മതി. അപ്പോൾ എല്ലാത്തിനും അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ A ഇൻറ്റു ക്യാപിറ്റൽ H ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ H ഇൻറ്റു A എന്ന് പറയും. There are several equivalent formulations of the definition of normality. We have chosen the one that is the easiest to use in applications. However, to verify that a subgroup is normal, it is usually better to use Theorem 9.1, which is a weaker version of property 8 of the lemma in chapter 7. It allows us to substitute a condition about two subgroups of G for a condition about two cosets of G. അപ്പോൾ ഈ നോർമാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടീഷനാണ് നമുക്ക് തിയറം 9.1 എന്ന് കിട്ടുന്നത്. നോർമൽ സബ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് തന്നെ പറയും. സബ് ഗ്രൂപ്പ് ടെസ്റ്റുകളൊക്കെ നമ്മൾ പണ്ട് പഠിക്കുന്നതാണല്ലോ. എ സബ് ഗ്രൂപ്പ് H ഓഫ് G ഈസ് നോർമൽ ഇൻ G ഇഫ് ആൻഡ് ഓൺലി ഇഫ് X ഇൻറ്റു H ഇൻറ്റു X ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് H ഫോർ ഓൾ X ഇൻ G. പ്രൂഫ് നോക്കാം. അപ്പോൾ നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. നമ്മൾ ആദ്യം എന്ത് അസ്യൂം ചെയ്യുന്നു, H ഈസ് നോർമൽ ഇൻ G എന്ന് അസ്യൂം ചെയ്യുന്നു. ഇഫ് H ഈസ് നോർമൽ ഇൻ G, then for any small x belongs to G and small h belongs to H, there is an H dash in H such that X into H is equal to H dash into X. അപ്പോൾ H എന്ന് പറയുന്നത് നോർമലാണ് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫോർ എനി എക്സ് ബിലോങ്സ് ടു ജി ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്കൊരു H ബിലോങ്സ് ടു H, എക്സ് ബിലോങ്സ് ടു ജിയും ഒരു H ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ചും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു H ഡാഷ് ഇൻ ക്യാപിറ്റൽ എച്ച് കിട്ടും സച്ച് ദാറ്റ് എക്സ് ഇൻറ്റു സ്മോൾ എച്ച് ഇസ് ഈക്വൽ ടു H ഡാഷ് ഇൻറ്റു സ്മോൾ എക്സ്. ദാറ്റ് ഈസ് ആ ഇൻവേഴ്സ് എക്സിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എച്ച് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് ഈക്വൽ ടു H ഡാഷ് ആൻഡ് ദെയർ ഫോർ എക്സ് ഇൻറ്റു H ഇൻറ്റു എക്സ് ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് H. കോൺവേഴ്സ്ലി അപ്പം നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് കിട്ടി. അടുത്തത് കോൺവേഴ്സ് ആണ് അസ്യൂം ചെയ്യുന്ന. കോൺവേഴ്സ്ലി ഇഫ് എക്സ് ഇൻറ്റു എച്ച് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് എച്ച് ഫോർ ഓൾ എക്സ്. അപ്പം ആ കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്, H എന്ന് പറയുന്നത് നോർമൽ ഇൻ G എന്നാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. കോൺവേഴ്സ്ലി ഇഫ് എക്സ് ഇൻറ്റു എച്ച് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് H ഫോർ ഓൾ എക്സ്, ദെൻ ലെറ്റിംഗ് എക്സ് ഈക്വൽ ടു എ, വി ഹാവ് എ ഇൻറ്റു എച്ച് ഇൻറ്റു എ ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് H. അപ്പോൾ എക്സ് ഇൻറ്റു എച്ച് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് H ഫോർ ഓൾ എക്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു കോൺവേഴ്സ്. ദെൻ അപ്പോൾ ഇനി ഇതിനകത്ത് എക്സ് ഈക്വൽ ടു എ, എല്ലാ എക്സിനും ഇത് ട്രൂ ആണെങ്കിൽ നമ്മളൊരു എ കൊടുക്കുന്നു, എക്സ് ഈക്വൽ ടു എ എന്ന് കൊടുക്കുന്നു. വി ഹാവ് എ എച്ച് എ ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് H എന്ന് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എച്ച് സബ്സെറ്റ് ഓഫ് H എന്നാണ്. ഓൺ ദി അതർ ഹാൻഡ് ലെറ്റിംഗ് എക്സ്, ഇനി തിരിച്ച് നമ്മൾ എക്സിന് എ ഇൻവേഴ്സ് എന്ന് കൊടുത്താൽ എ ഇൻവേഴ്സ് എച്ച്, എ ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എച്ച് എ സബ്സെറ്റ് ഓഫ് H എന്ന് കിട്ടും. കാരണം നമ്മളത് അസ്യൂം ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് H സബ്സെറ്റ് ഓഫ് H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H സബ്സെറ്റ് ഓഫ് എ എച്ച് എന്നാണ്. ഓക്കെ, അപ്പോൾ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സബ്സെറ്റാണ് കാണിച്ചു. H സബ്സെറ്റ് ഓഫ് H, അതേപോലെ H സബ്സെറ്റ് ഓഫ് H എന്ന് കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H ഈക്വൽ ടു H എന്നാണ്. ഓക്കെ.